പണ്ട് നിഷധ രാജ്യത്ത് നളൻ എന്ന സുന്ദരനും നീതിമാനും സൽഗുണ സമ്പന്നനുമായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. വിദർഭയിലെ രാജാവായ ഭീമന്റെ മകൾ ദമയന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും സ്വഭാവ ഗുണത്തെക്കുറിച്ചും നാരദ മഹർഷിയിൽ നിന്നും നളൻ അറിയാനിടയായി. മനസ്സുകൊണ്ട് തമ്മിൽ കാണാതെ തന്നെ നളൻ ദമയന്തിയെ പ്രണയിച്ചു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ദമയന്തി തന്റെ പൂന്തോട്ടത്തിൽ ഉലാത്തുകയായിരുന്നു. അപ്പോഴാണ് സുന്ദരിയായ ഒരു അരയന്നം അങ്ങോട്ടേക്ക് കടന്നു വന്നത്. കണ്ട മാത്രയിൽ തന്നെ അതിനെ ഒന്ന് ഓമനിക്കാൻ അവളുടെ ഹൃദയം തുടിച്ചു. അവൾ ആ അരയന്നത്തെ പിടിക്കാൻ ചെന്നപ്പോൾ അത് പേടിച്ച് പിന്മാറുകയും പകരം നിഷധ രാജ്യത്തുള്ള സുന്ദരനായ നളനെ കുറിച്ച് തനിക്ക് പല കാര്യങ്ങൾ അറിയാമെന്നും തന്നെ പിടിക്കാതെ വിട്ടാൽ അതെല്ലാം ഭവതിയോട് ഉണർത്താമെന്നും അരയന്നം വ്യക്തമാക്കി. അരയന്നത്തിന്റെ വാക്കുകളിൽ സംപ്രീതയായ ദമയന്തി തനിക്കും നളനോട് വല്ലാത്തൊരിഷ്ടമുണ്ടെന്നും അത് അദ്ദേഹത്തോട് ചെന്ന് പറയുമോ എന്ന് അറിയിക്കുകയും ചെയ്തു. അതുപ്രകാരം അരയന്നം ഉടനെ തന്നെ നള രാജകുമാരന്റെ അടുത്തെത്തുകയും നടന്ന കാര്യങ്ങൾ അദ്ദേഹത്തോട് ഉണർത്തുകയും ചെയ്തു. അരയന്നത്തിന്റെ വാക്കുകളിൽ സന്തോഷിച്ച നളൻ അരയന്നത്തിന് ധാരാളം പാരിതോഷികങ്ങൾ നൽകി. പിന്നീട് ദമയന്തിയെ കൂടുതൽ ആഴത്തിൽ പ്രണയിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ദമയന്തിയുടെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങളായി. നാനാ രാജ്യത്തുമുള്ള യുവരാജാക്കന്മാർ ദമയന്തിയെ വിവാഹം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കൂട്ടത്തിൽ നളനും. ദമയന്തിയുടെ സ്വയംവര വിശേഷങ്ങൾ ദേവലോകത്തും ചലനം സൃഷ്ടിച്ചു. സുന്ദരിയായ ദമയന്തിയിൽ ദേവേന്ദ്രനും വരുണനും തുടങ്ങി 5 ദേവന്മാർ കണ്ണുവച്ചിരുന്നു. അവർക്കും ദമയന്തിയെ സ്വന്തമാക്കണമെന്നും ആഗ്രഹം ജനിച്ചു. എന്നാൽ നളനും ദമയന്തിയും തമ്മിലുള്ള അനുരാഗം അവർക്ക് വലിയ കണ്ണുകടിയായി. എന്താണ് ഇതിനൊരു പോംവഴി എന്നായി അവരുടെ ചിന്ത. അതുപ്രകാരം 5 പേരും സ്വയംവരത്തിനായി പോകുന്ന നളനെ സമീപിക്കുകയും തങ്ങളുടെ ഇംഗീതം അറിയിക്കുകയും ചെയ്തു. തങ്ങളെ സഹായിക്കണമെന്നും അപേക്ഷിച്ചു. നളൻ കടുത്ത മാനസിക സംഘർഷത്തിലായി. പക്ഷേ ദേവന്മാരുടെ അപേക്ഷയെ എങ്ങനെ തള്ളിക്കളയും? ഒടുവിൽ ഗത്യന്തരമില്ലാതെ വേഷപ്രച്ഛന്നനായി നളൻ വിദർഭയിലെത്തി. ദമയന്തിയെ കാണുകയും ദേവന്മാരുടെ താല്പര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. ദേവന്മാർക്ക് മരണം സംഭവിക്കുകയില്ല, മനുഷ്യനായ നളൻ മരിച്ചുപോകും എന്നുപോലും നളൻ അറിയിച്ചു. പക്ഷേ നളനെ ആദ്യമേ മനസ്സേറ്റിയ ദമയന്തി താൻ നളനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നളൻ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് തിരിച്ചു പോവുകയും എല്ലാ സത്യവും ദേവന്മാരെ അറിയിക്കുകയും ചെയ്തു. അവർ എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി നളനെ സ്വയംവര പന്തലിലേക്ക് ആനയിച്ചു. പക്ഷേ വിവാഹ പന്തലിൽ ദമയന്തിയെ വരവേറ്റത് ഒരു വലിയ പരീക്ഷണമായിരുന്നു. കാരണം സ്വയംവര പന്തലിൽ ദമയന്തിയെ തന്നെ ഉറ്റുനോക്കി 6 നളന്മാരുണ്ടായിരുന്നു. ദേവന്മാർ ദമയന്തിയെ ഒന്നുകൂടി പരീക്ഷിക്കാൻ വേണ്ടി നളനെ പോലെ രൂപം മാറി വന്നതായിരുന്നു അവർ. അങ്ങനെ ദമയന്തി വരണമാല്യവുമായി വരന്മാരുടെ അടുത്തെത്തി. അവൾ ഞെട്ടിപ്പോയി. 6 നള രാജകുമാരന്മാർ, എല്ലാവരും ഒരേപോലെ, ഒരേ അച്ചിൽ വാർത്ത പോലെ. ദമയന്തി എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി. ആർക്കും യാതൊരു വ്യത്യാസവുമില്ല. അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു, ദേവഗണങ്ങളെ, നളനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയണമേ. അവളുടെ പ്രാർത്ഥന കേട്ടിട്ടെന്ന വണ്ണം ദേവന്മാർ പ്രസാദിച്ചു. അവൾ വീണ്ടും ആ 6 പേരെയും ശ്രദ്ധിച്ചു നോക്കി. അതിൽ 5 പേർ വളരെ ഉത്സാഹഭരിതരായിരുന്നു. പക്ഷെ യഥാർത്ഥ നളന്റെ മുഖത്ത് മ്ലാനത തളം കെട്ടി നിന്നു. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് കണ്ണു ചിമ്മാൻ മനുഷ്യർക്ക് മാത്രമേ കഴിയൂ, ദേവന്മാർ കണ്ണു ചിമ്മാതെ പിടിച്ചു നിൽക്കുമെന്നും ദമയന്തിക്ക് വളരെ മുൻപേ അറിയാമായിരുന്നു. അവൾ ഉടനെ തന്നെ തന്റെ നളനെ കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തുകയും ചെയ്തു. ദേവന്മാർ ലജ്ജിച്ച് തല താഴ്ത്തി നിന്നു.